ഇത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നിർമ്മല കോളേജിലേക്ക് പോകുന്ന വഴിയിൽ മക്കാനി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇടതുവശത്ത്. ആ ഹോട്ടലിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഇതിലാണ് നമ്മുടെ അഭിഷേക് എന്ന്. ഇതാണ് നമ്മുടെ താരം. എന്താ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ ഇവനെ ഇതിൽ കൂടെ പോകുമ്പോൾ കാണാറുണ്ട്, കടയിൽ സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ നിൽക്കണ ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ മുഖഭാവം കണ്ടപ്പോൾ പുള്ളി ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ സ്റ്റാൻഡിലെ ബസ് തൊഴിലാളി യൂണിയൻ്റെ നേതാക്കളായിട്ടുള്ള ലിസൺ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ ഒരു നിലവാരം മനസ്സിലായത്. SLCക്ക് 97 ചില്ലറ ശതമാനം മാർക്കുണ്ടായിരുന്നു. SLCക്ക് നന്ദിക്കരയാണ് ശരിക്കും വീട്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ താമസിക്കുകയാണ്. അമ്മയും അമ്മാമിയും ഒരു അനിയത്തി മാത്രമേ അഭിഷേകനുള്ളൂ. ഇപ്പോൾ +2 പാസ്സായി. +2ന് 70% മാർക്കുണ്ട്. അപ്പോൾ ഒരു അഭിനന്ദനം ആദ്യം തന്നെ തരാണ്. അതോടൊപ്പം തന്നെ അതായത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഈ പഠനത്തോടൊപ്പം തന്നെ ചെറിയ ജോലി ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ വലിയ കാര്യമായിട്ട് എടുക്കണം എന്നില്ല, അടിച്ചുപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അഭിഷേക് ഒരു മാതൃകയാണ്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠനത്തിനൊക്കെയുള്ള തുക കണ്ടെത്തിയാൽ മുന്നോട്ട് പോകാനും ഒപ്പം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്തായാലും 70% മാർക്ക് നേടി +2 പരീക്ഷയിൽ വിജയിച്ച അഭിഷേകിന് പ്രത്യേക അഭിനന്ദനം. കാരണം ഞാനൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അഭിഷേക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാപ്പ് കൊടുക്കണം. അതോടൊപ്പം തന്നെ അപ്പുറത്ത് നമ്മുടെ ലിസൺ ചേട്ടനുണ്ട്, പോളേട്ടനുണ്ട്. ഇവരൊക്കെ നമ്മുടെ അഭിഷേകനെ സഹായിക്കുന്നവരും അഭിഷേകിൻ്റെ നല്ല ഭാവി മുന്നിൽ കണ്ട് എപ്പോഴും സഹായിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും അഭിനന്ദനം, അഭിഷേകിന് അഭിനന്ദനം. ഓക്കെ, എന്താണ് അഭിഷേകിന് ഭാവിയിൽ എന്നിട്ട് അവൻ ആഗ്രഹം? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യാനാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അഭിഷേകിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു പഠന ചെലവും മറ്റു കാര്യങ്ങളൊക്കെയും. നിങ്ങളെ കഴിയാവുന്ന ആളുകളൊക്കെ അഭിഷേകിനെ സഹായിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കാനി ഹോട്ടലുണ്ട് അഭിഷേക്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും സഹായങ്ങളൊക്കെ ആകുമ്പോൾ അഭിഷേകിന് നല്ലൊരു ഭാവി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോത്സാഹനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നന്ദി, നമസ്കാരം.